ശുദ്ധീകരിക്കുന്നവനും ക്ഷമിക്കുന്നവനും ഞങ്ങളുടെ ദോഷങ്ങളോ യോഗ്യതയുള്ളവരാക്കണമേ, സൗജന്യം ചെയ്യണമേ. നിനക്ക് സ്തുതിയും സ്തോത്രം നിത്യമായ മൺകർത്താവേ. നിങ്ങളെല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു. വന്ന ആ നിമിഷം മുതൽ നിങ്ങൾ പരസ്പരം പങ്കുവയ്ക്കുന്ന ആ അനുഗ്രഹീതമായ കൂട്ടായ്മകൾക്കായും ബന്ധങ്ങൾക്കായും നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഇപ്രകാരം ഈ കോൺഫറൻസ് ഇവിടെ ക്രമീകരിക്കാൻ തക്കവണ്ണം ഈ വെസ്റ്റേൺ റീജിയനും അതുപോലെ തന്നെ ഇടവകയും ഇതിനു വേണ്ടി പ്രവർത്തിച്ച അനുഗ്രഹീതമായ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന കമ്മിറ്റി, അതിൻ്റെ സെക്രട്ടറിയായി അനുഗ്രഹീതമായി രാപകൽ വ്യത്യാസമില്ലാതെ പ്രവർത്തിച്ച പ്രിയ രാജേഷ് മാത്യു, ഇതിനൊക്കെ ചുക്കാൻ പിടിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട ഗീവർഗീസ് കൊച്ചുമ്പനച്ചൻ, എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇതിന്റെ പിന്നിൽ ധാരാളം ആളുകൾ പ്രവർത്തിച്ചു. അതിൻ്റെ ഒക്കെ ഒരു അനുഗ്രഹത്തിന്റെ പൂർത്തീകരണമാണ് ഇന്ന് നമുക്ക് ഒരുമിച്ച് ഇപ്രകാരം ഈ വിശുദ്ധ കുർബാനയിൽ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുവാൻ സാധ്യമായത്. എല്ലാത്തിനായും ഞാൻ ദൈവത്തിന് നന്ദി കഴിയുന്നു. ഞാൻ 28-ാം തീയതി തിരികെ നാട്ടിലേക്ക് ചെന്നൈയിലേക്ക് പോകും. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ എന്നെയും ഓർക്കണമേ എന്നീ സമയത്ത് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. പ്രത്യേകിച്ച് അഭിനന്ദിയ ഡോക്ടർ എബ്രഹാം പൗലോസ് തിരുമേനിയുടെ വരുന്ന നാളുകളിലെ ശുശ്രൂഷകളെല്ലാം ഈ ഭദ്രാസനത്തിന്റെ മേൽത്തരമായ അനുഭവങ്ങളെ നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്ന് തിരുവചന ധ്യാനത്തിനായി എവങ്കേലിയോൻ ഭാഗമായി വായിച്ച വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 1 മുതൽ അതിന്റെ 11 വരെയുള്ള വാക്യങ്ങൾ. 11-ാമത്തെ വാക്യം ഇങ്ങനെയാണ് അവസാനിച്ചത്: ഞാൻ നല്ല ഇടയൻ. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ദൈവമേ, നിന്റെ സന്നിധിയിലേക്ക് ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു. ഇത് യേശു പറയുക മാത്രം ആയിരുന്നില്ല. തന്റെ ജീവിതത്തിൽ ഉടനീളം ഇത് തന്നെയായിരുന്നു പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. നല്ല ഇടയനായി ആളുകൾക്ക് വേണ്ടി തന്റെ ജീവനെ നൽകിയ ക്രിസ്തുവിന്റെ ആ അനുഗ്രഹീതമായ ഈ ലോക ജീവിതം അവസാനത്തെ രക്തം വരെ ഊറ്റി തന്ന് നമ്മെ രക്ഷയുടെ അനുഭവത്തിലേക്ക് നയിച്ച ആ കർത്താവിന്റെ അനുഗ്രഹീതമായ നിമിഷങ്ങൾ. ഞാൻ നല്ല ഇടയനാകുന്നു. അതിന്റെ 3 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ എങ്ങനെയാണ് ഞാൻ നല്ല ഇടയനായി തീർന്നത്? ആടുകൾ ഇടയന്റെ ശബ്ദം കേൾക്കുന്നു. ആടുകൾ ഇടയന്റെ ശബ്ദം കേൾക്കുന്നു. അവൻ അവയെ പേർ ചൊല്ലി വിളിച്ച് പുറത്തേക്ക് കൊണ്ടുപോകുന്നു. പുറത്തേക്ക് കൊണ്ടുപോയതിനു ശേഷം അവൻ അവയ്ക്ക് മുൻപായി ഗുഡ് ഷെപ്പേർഡ്. ഇതാണ് ആടുകൾക്കുണ്ടാകേണ്ട സ്വഭാവം.
ആ ഒരു വലിയ അനുഭവം നമ്മുടെ ജീവിതത്തിലൊക്കെ ഏത് നിമിഷങ്ങളിലും ദിനംതോറും ഉരുത്തിരിയേണ്ട ഒരു നല്ല അനുഭവമാണ്. ലിസൺ ടു ദി മാസ്റ്റർ ഓഫ് മൈ ലൈഫ്, ദ ഗുഡ് ഷെപ്പേർഡ്. ഞാൻ എൻ്റെ ചിന്തകളിൽ പറയുവാൻ ശ്രമിച്ച ഒരു ചിന്ത ഇതായിരുന്നു: മനസ്സാക്ഷിക്ക് വിരോധമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹം വളർന്നു വരുന്ന കാലഘട്ടമാണ്. ആ സമൂഹം വളർന്നു വരുന്ന അനുഭവത്തിൽ നഷ്ടപ്പെടുന്നത് ദൈവിക സാന്നിധ്യവും ദൈവിക ബോധവും പരസ്പര ബഹുമാനവും പരസ്പര സ്വീകരണവും ഒക്കെയാണ്. ഇവിടെയാണ് കർത്താവ് നമ്മളെ ആദ്യമായി പഠിപ്പിക്കുന്നത്. ആടുകൾ ഇടയന്റെ ശബ്ദം കേൾക്കുന്നു. പ്രിയ ദൈവജനമേ, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന മനസ്സാക്ഷിക്കനുസരിച്ചായിരിക്കണം നമ്മുടെ ജീവിതക്രമങ്ങളും നമ്മുടെ ജീവിതത്തിൻ്റെ പ്രവർത്തനങ്ങളും മുൻപോട്ട് നയിക്കേണ്ടത്. വ്യക്തമായ മനസ്സാക്ഷി നമ്മളോട് പറയും ചെയ്യരുത്. എങ്കിലും നമ്മുടെ നേട്ടങ്ങൾക്കും നമ്മുടെ മനസ്സിൻ്റെ സന്തോഷത്തിനും ആനന്ദങ്ങൾക്കും നമ്മുടെ ആഗ്രഹങ്ങൾക്കും വേണ്ടി ചെയ്യരുത് എന്ന് പറയുന്ന ആ കാര്യത്തെ തന്നെ സ്വീകരിക്കുന്ന, അത് ചെയ്യുന്ന ഒരു സമൂഹം രൂപപ്പെടുമ്പോൾ വളരെ വളരെ ദൈവീകത നഷ്ടപ്പെടുന്ന അനുഭവമാണ്. പ്രിയ ദൈവജനമേ, നമ്മുടെ ജീവിതവും നമ്മുടെ പ്രവർത്തനവും നമ്മുടെ സാക്ഷ്യവും മനസ്സാക്ഷിക്കനുസരിച്ചായിരിക്കണം. മനസ്സാക്ഷിയെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, ദ സൈലന്റ് വിസ്പർ ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ നിശബ്ദമായ ശബ്ദമാണ് മനസ്സാക്ഷി. അതില്ലാതെ പോയാൽ മനുഷ്യൻ മനുഷ്യനല്ലാതെയാകുന്നു. അപ്പോൾ ഒന്നാമതായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ദൈവശബ്ദം കേൾക്കുക. രണ്ടാമതായി ആ ഇടയന്റെ സ്വഭാവത്തെക്കുറിച്ച് പറയുന്നു. ആടുകൾ ഇടയന്റെ ശബ്ദം കേൾക്കുന്നു, ഇടയൻ അവരെ പേർ ചൊല്ലി വിളിക്കുന്നു. ഇതാണ് എന്നെ ഏറ്റവും കൂടുതൽ സ്പർശിക്കുന്ന അനുഭവങ്ങൾ. എന്നെ പേർ ചൊല്ലി വിളിക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നുണ്ട്. A God is alive who is calling me by name. എന്നെ പേർ ചൊല്ലി വിളിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം. ജീവിതത്തിൻ്റെ ഏതെല്ലാം സംഘർഷാത്മകമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകട്ടെ, അവിടെയൊക്കെ എന്നെ പേർ ചൊല്ലി വിളിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്നുള്ള ആ ബോധ്യം നമ്മുടെ മനസ്സുകളിലുണ്ടെങ്കിൽ എത്ര ശക്തമായും നമുക്ക് നമ്മുടെ ജീവിതത്തെ നയിപ്പാൻ സാധിക്കും. ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായത്തിലേക്ക് നാം പോകുമ്പോൾ വളരെയധികം തകർച്ചയുടെ അനുഭവങ്ങളിലേക്ക് വീണുപോകുന്ന ഒരു സ്ത്രീയുടെ അനുഭവത്തെക്കുറിച്ച് പറയുന്നു. അബ്രഹാമിന്റെ സാറായുടെ ദാസിയായിരിക്കുന്ന ഹാഗാറാണ്. ഹാഗാർ ഗർഭിണിയായി എന്ന് കണ്ടപ്പോൾ യജമാനത്തിക്ക് അത് വളരെ പ്രയാസമേറിയ അനുഭവങ്ങൾ നൽകുന്നു. അതുവരെ ഈ ദാസിയെ അബ്രഹാമിന്റെ മാറിലേക്ക് കൊടുത്ത ഈ സാറായുടെ ജീവിതം വളരെയധികം മാറുകയാണ്. പിന്നെ ഹാഗാറിനോട് പീഡനങ്ങളാണ്. അവൾക്ക് സഹിച്ചു നിൽക്കുവാൻ കഴിയുന്നില്ല. ആ സഹിച്ചു നിൽപ്പാൻ കഴിയാത്ത ആ സാഹചര്യത്തിൽ അവൾ അബ്രഹാമിന്റെ ഭവനം വിട്ട് ഓടിപ്പോവുകയാണ്.
ഗർഭവതിയായിരിക്കുന്ന ഒരു സ്ത്രീയാണ്, ദാസിയാണ്. She doesn't have any identity. The only identity which she has, ദാസിയാണ്, സാറായുടെ ദാസിയാണ്. അവൾ അബ്രഹാമിന്റെ ഭവനം വിട്ട് ഓടിപ്പോവുകയാണ്. മരുഭൂമിയിലൂടെയാണ് യാത്ര പോകുന്നത്. എങ്ങോട്ടാണെന്ന് അറിയില്ല ഈ യാത്ര. ജീവിതത്തിന്റെ വളരെയേറെ വൈഷമ്യതകൾ ഉൾക്കൊള്ളുന്ന സാഹചര്യം. ഞാൻ ആരെ ആശ്രയിക്കും? ഈ ലോകത്തിൽ എനിക്ക് ആശ്രയം ആരാണിനി? എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് വേദനയോടെ, ഹൃദയഭാരത്തോടെ അബ്രഹാമിന്റെ ഭവനം വിട്ടോടുന്ന ആ ഹാഗാറിന്റെ ജീവിതം ആ മരുഭൂമിയില. ഈ മരുഭൂമിയിൽ എത്രത്തോളം മുൻപോട്ട് പോകും? വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ദൈവത്തിന്റെ ദൂതൻ, യഹോവയുടെ ദൂതൻ ശൂരിന് പോകുന്ന നീരുറവിന്റെ അരികെ അവളെ കണ്ടു. വളരെയധികം വൈഷമ്യതകൾ ഉൾക്കൊള്ളുന്ന, ദുഃഖവും വേദനവും ഭാരവും ഉൾക്കൊള്ളുന്ന, ഹൃദയ വ്യതകളുടെ കുമ്പാരമായിരിക്കുന്ന ഹാഗാർ ലക്ഷ്യമെന്തെന്നറിയില്ല. ജീവിതത്തിന്റെ പ്രത്യാശകളൊക്കെ നഷ്ടപ്പെട്ടവളാണ്. എവിടേക്കാണ് ഓടുന്നതെന്നും അറിയില്ല. പക്ഷേ സൂര്യന് പോകുന്ന ആ വഴിയിൽ, ആ മരുഭൂമിയിൽ ഒരു നീരുറവ്. ആ നീരുറവിനരികെയാണ് യഹോവയുടെ ദൂതൻ അവളെ കാണുന്നത്. ഇവിടെ ഒരു കാര്യം കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രിയ ദൈവജനമേ, നാം മരുഭൂമിയുടെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും നമുക്ക് വേണ്ടി ഒരു നീരുറവ നാം അറിയാതെ തന്നെ നമുക്കരികെ ഒരുക്കുന്ന ദൈവത്തിന്റെ ആ അതിശ്രേഷ്ഠമായ അനുഭവം. ഒന്ന് ഹല്ലേലൂയ പറയാമോ? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇതാണ് ദൈവിക സാന്നിധ്യം. നമ്മളൊക്കെ അനുഭവിച്ചതല്ലേ? എത്ര മരുഭൂമിയുടെ തുല്യമായ അനുഭവങ്ങളിലൂടെ കടന്നുപോയി. അവിടെയൊക്കെ ഒരു നീരുറവ് നമുക്ക് വേണ്ടി ഒരുക്കിയ ആ ദൈവിക സാന്നിധ്യം ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് നമുക്ക് ഇങ്ങനെ ഇവിടെ ഇരിക്കാൻ കഴിയുമോ? അതെ, ഹാഗാറിനു വേണ്ടി ആ നീരുറവിനരികെ യഹോവയുടെ ദൂതൻ അവളെ കണ്ടു. എന്നിട്ട് ഇങ്ങനെയാണ് സംബോധന ചെയ്യുന്നത്: സാറായുടെ ദാസിയായ ഹാഗാറെ. പേർ ചൊല്ലിയാണ് വിളിക്കുന്നത്. ഇവിടെ ആരാണ് എന്നെ പേർ ചൊല്ലി വിളിക്കാൻ? ആരും എന്നെ അറിയില്ലല്ലോ. അതുമല്ല, ഈ മരുഭൂമിയാണ്. ആരാണ് കൂടെയുള്ളത്? ഇറ്റ് ഈസ് എ സ്ട്രേഞ്ച് പ്ലേസ്. അപരിചിതമായ സാഹചര്യമാണ്, അപരിചിതമായ ഇടമാണ്, അപരിചിതമായ അനുഭവമാണ്. എല്ലാം തരിപ്പണമായ ജീവിതത്തിന്റെ അനുഭവമാണ്. ഇനിയും മുൻപോട്ട് പോയാൽ എന്തെന്ന് എനിക്കും അറിയില്ല. അങ്ങനെയുള്ള ജീവിതത്തിന്റെ അനുഭവത്തിലാണ് ദൈവത്തിന്റെ ദൂതൻ അവളെ പേർ ചൊല്ലി വിളിക്കുന്നത്. പ്രിയ ദൈവജനമേ, എത്ര സുന്ദരമാണ് അനുഭവം. വേദപുസ്തകത്തിൽ ആദ്യമായി ദൈവത്തിന് ഒരു പേരിടുന്നത് ദാസിയായ, എ പേഴ്സൺ ഹു ഡസന്റ് ഹാവ് എനി ഐഡന്റിറ്റി, ഹാഗാറാണ്. ദൈവമേ, നീ എന്നെ കാണുന്നുവല്ലോ എന്ന് പറഞ്ഞ് ദൈവത്തിന് എന്നെ കാണുന്നവൻ എന്ന് പേരിട്ടു. പ്രിയ ദൈവജനമേ, ഇപ്രകാരമുള്ള ജീവിതത്തിന്റെ അനുഭവങ്ങളിലേക്ക് പ്രവേശിപ്പാൻ ഇനിയും നമ്മളെ ദൈവം സഹായിക്കട്ടെ. എന്നെ പേർ ചൊല്ലി വിളിക്കുന്ന ഒരു ദൈവമുണ്ട്. ഏത് ദുർഘട അനുഭവങ്ങളിലും, ആരെല്ലാം എന്നെ കൈവിട്ടാലും, ആരും എന്നെ സഹായിപ്പാനില്ലെങ്കിലും
എന്നെ പേർ ചൊല്ലി വിളിക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നു. ഇനി അടുത്ത ഭാഗമാണ് എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്നത്. എൻ്റെ ഇടയൻ ആരാണ്? അടുത്ത വാക്കെന്താ? ആടുകളെ അവൻ പുറത്തേക്ക് കൊണ്ടുപോകുന്നു. ആടുകളെ അവൻ പുറത്തേക്ക് കൊണ്ടുപോകുന്നു. ആർക്കാണ് പുറത്തേക്ക് പോകേണ്ടത്? ഇവിടെയാണ് നാം ചിന്തിക്കേണ്ടത്. എൻ്റെ ദൈവം എന്നെ പുറത്തേക്ക് കൊണ്ടുപോകുന്നവനാണ്. എവിടെ നിന്നെല്ലാം? ജീവിതത്തിന്റെ പരാജയങ്ങളിൽ നിന്ന്, ജീവിതത്തിന്റെ വേദനകളിൽ നിന്ന്, ജീവിതത്തിന്റെ ദുഃഖങ്ങളിൽ നിന്ന്, ജീവിതത്തിന്റെ നഷ്ടങ്ങളിൽ നിന്ന്, ജീവിതത്തിന്റെ ഭാരങ്ങളിൽ നിന്ന്, ജീവിതത്തിന്റെ പ്രയാസങ്ങളിൽ നിന്ന്, ജീവിതത്തിന്റെ വൈഷമ്യമേറിയ എല്ലാ മേടുകളിൽ നിന്നും അവൻ എന്നെ പുറത്തേക്ക് കൊണ്ടുവരുന്നവനാണ്. ഹല്ലേലൂയ. എൻ്റെ ഇടയൻ, He is the one who delivers me from all the pains, all the sufferings. ഇതിൻ്റെ എല്ലാം അനുഭവത്തിൽ എന്നെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. എന്നെ പുറത്തേക്ക് കൊണ്ടുവരുന്ന ഒരു ദൈവമുണ്ട്. യോബ് തൻ്റെ ജീവിതത്തിൽ അപ്രകാരം തന്നെയാണ് പറയുന്നത്. ഏറ്റവും ഒടുവിൽ ഭാര്യ പോലും പറഞ്ഞു, നീ മരിച്ചു കളയുന്നതാണ് നല്ലത്. കമ്മിറ്റ് സൂയിസൈഡ്. എന്റെ ലൈഫ് ഐ കാനോട്ട് ടോളറേറ്റ്. അതാണ് ഭാര്യ പറയുന്നത്. എന്നാൽ യോബ് തന്റെ ജീവിതത്തിൽ എല്ലാ വേദനകളും അനുഭവിക്കുമ്പോൾ, എല്ലാ നഷ്ടങ്ങളും അനുഭവിക്കുമ്പോൾ, എല്ലാ ദുഃഖങ്ങളും അനുഭവിക്കുമ്പോൾ, എല്ലാ ഏകാന്തതകളും അനുഭവിക്കുമ്പോൾ യോബ് പറയുന്നുണ്ട്, മൈ റിഡീമർ ഈസ് സ്റ്റിൽ ലിവത്ത്. എന്റെ രക്ഷകൻ ജീവിക്കുന്നു. മൈ റിഡീമർ ഈസ് സ്റ്റിൽ ലിവത്ത്. ഞാൻ ദേഹരഹിതനായി തീർന്നാലും എന്റെ സ്വന്തം കണ്ണുകൊണ്ട് തന്നെ ഞാൻ അവനെ കാണും. ഇതാ ക്രിസ്തീയ പ്രത്യാശ. ഞാൻ ദേഹരഹിതനായി തീർന്നാലും എന്റെ സ്വന്തം കണ്ണുകൊണ്ട് തന്നെ ഞാൻ അവനെ കാണും. പ്രിയ ദൈവജനമേ, ഇവിടെയാണ് വിടുവിക്കുന്ന ദൈവത്തിന്റെ ആ വലിയ മഹത്വം നമുക്ക് കാണുവാൻ കഴിയുന്നത്. അങ്ങനെ വിശ്വസിച്ചവൻ ദൈവത്തിന്റെ മഹത്വം കണ്ടു. പ്രിയ ദൈവജനമേ, എന്നെ പുറത്തേക്ക് കൊണ്ടുവരുന്ന ഒരു ദൈവം ജീവിക്കുന്നു. എന്നെ പ്രാർത്ഥന വിളിക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നു. എന്നെ പുറത്തേക്ക് കൊണ്ടുവരിക മാത്രമല്ല, അടുത്ത ഭാഗമാണ് എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്നത്. അവൻ എനിക്ക് മുൻപായി നടക്കുന്നവനാണ്. ഈ ഒരു പ്രത്യാശയാണ് എൻ്റെ ജീവിതത്തെ ബലപ്പെടുത്തുന്നത്, എൻ്റെ വിശ്വാസ ജീവിതത്തെ ശക്തീകരിക്കുന്നത്. എനിക്ക് മുൻപായി നടക്കുവാൻ ഒരാളുണ്ട്. ഞാൻ അവന്റെ പുറകെ നടന്നാൽ മതി. ഇത് ക്രിസ്തീയ അനുഭവമാണ്. എനിക്ക് മുൻപേ നടക്കുന്ന ഒരു ക്രിസ്തുവിന്റെ സാന്നിധ്യം. ഈ ക്രിസ്തുവിന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർക്ക് ജീവിതത്തിന്റെ ഏത് അനുഭവങ്ങളിലും അതിനെ സന്തോഷത്തോടെ പുൽകുവാൻ സാധിക്കും. സ്ഥിരമാനസരായി ജീവിക്കുവാൻ സാധിക്കും. അതുകൊണ്ടാണല്ലോ സങ്കീർത്തനക്കാരൻ ഇപ്രകാരം പറഞ്ഞത്, ദൈവം നമ്മുടെ സങ്കേതവും ബലവും, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയുമായിരിക്കുന്നു.
പിന്നീടുള്ളത് നിങ്ങൾ വായിച്ചോ. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യ വീണാലും അതിലെ വെള്ളം ഇരിച്ചു കലങ്ങിയാലും അതിന്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല. കാരണം അതിന്റെ മധ്യേ യഹോവയുണ്ട്. പ്രിയ ദൈവജനമേ, ഞാൻ നിർത്തുകയാണ്. ഈ പ്രഭാതത്തിൽ ഇതാണ് എനിക്ക് മുൻപായി സഞ്ചരിക്കുന്ന ഒരു കർത്താവുണ്ട്. അതല്ലേ കർത്താവ് തന്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം കാണിച്ചതെല്ലാം? എവിടെയൊക്കെ ശിഷ്യന്മാർ നിരാശിതരായോ, പരാജിതരായോ, പുറകോട്ട് പോയോ, അവിടെയൊക്കെ യേശു അവർക്ക് മുൻപായി ഉണ്ട്. അവിടെയൊക്കെ യേശു അവർക്ക് മുൻപായി ഉണ്ട്. പ്രിയ ദൈവജനമേ, വിശ്വസിക്കുക. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു, അവൻ നമുക്ക് നൽകിയ പ്രോമിസ്, ആ വാഗ്ദത്തം, ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. നിങ്ങൾ ഇനിയും ആ എല്ലാ നാളും എന്നുള്ളത് അത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ അനുഭവങ്ങളാണ്. സന്തോഷ ദിനങ്ങളാകാം, രോഗ അനുഭവങ്ങളാകാം, ദുഃഖ അനുഭവങ്ങളാകാം, നഷ്ടങ്ങളാകാം, പരാജയങ്ങളാകാം, എന്തുമായിക്കൊള്ളട്ടെ, കർത്താവ് ഒരു വാഗ്ദത്തം നൽകിയിട്ടുണ്ട്. കണ്ടാലും ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. ആ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാൻ സർവശക്തനായ ദൈവം നമ്മളെ സഹായിക്കട്ടെ, ശക്തീകരിക്കട്ടെ. ആടുകൾ ഇടയന്റെ ശബ്ദം കേൾക്കുന്നു. ഇടയൻ അവരെ പേർ ചൊല്ലി വിളിക്കുന്നു. അവൻ ആടുകളെ പുറത്തേക്ക് കൊണ്ടുപോകുന്നു. അവൻ അവയ്ക്ക് മുൻപായി നടക്കുന്നു. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും ഒരു നിമിഷം പ്രാർത്ഥിച്ചാട്ടെ. ദൈവമേ, ഞങ്ങൾ ഈ കോൺഫറൻസിൽ വന്ന ആ നിമിഷം മുതൽ ഈ നിമിഷം വരെ ഞങ്ങൾ അനുഭവിച്ച നിന്റെ വൻകൃപകൾക്കായി സ്തോത്രം. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. കണ്ണുകളെ അടച്ച് എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ദൈവമേ, ഞങ്ങളുടെ ജീവിതങ്ങൾ ഞങ്ങൾ നിന്റെ ആടുകളാകുന്നുവല്ലോ. നീ ഞങ്ങളുടെ ഇടയനുമാകുന്നുവല്ലോ. നിന്റെ ശബ്ദം കേട്ടുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തെ നയിപ്പാൻ നീ ഞങ്ങളെ സഹായിക്കണം. ദൈവമേ, ആരെല്ലാം ഞങ്ങളുടെ പേര് മറന്നുപോയാലും ഞങ്ങളുടെ പേര് മറന്നുപോകാത്ത ഒരു യേശു ജീവിക്കുന്നുണ്ട്. അതുകൊണ്ട് അവന്റെ കരങ്ങളിൽ സുരക്ഷിതരായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണം. ജീവിതത്തിന്റെ വ്യത്യസ്തങ്ങളായ അനുഭവങ്ങൾ, അപരിചിതമായ സാഹചര്യങ്ങൾ എല്ലാം ഉണ്ടായാലും അതിൻ്റെ മധ്യത്തിൽ ജീവിക്കുന്ന കർത്താവുണ്ട്. അവൻ എന്നെ ചൊല്ലി വിളിക്കുന്നവനാണ്. അവൻ എൻ്റെ ജീവിതത്തെ പുറത്തേക്ക് കൊണ്ടുവരുന്നവനാണ്. എൻ്റെ ഇടയൻ എന്നെ പുറത്തേക്ക് കൊണ്ടുവന്നു. അതുകൊണ്ടാണല്ലോ ഞാൻ ഇന്ന് ഇവിടെ ആയിരിക്കുന്നത്. അവൻ എനിക്ക് മുൻപായി നടക്കുന്നവനാണ്. അവൻ എനിക്ക് മുൻപായി നടക്കുന്നത് കൊണ്ട് ഭീരുത്വത്തിന്റെ ആത്മാവല്ല, ധൈര്യത്തിന്റെ ആത്മാവിൽ, പ്രത്യാശയുടെ ആത്മാവിൽ എൻ്റെ ജീവിതത്തെ നയിപ്പാൻ എന്നെ സഹായിക്കണം. ദൈവമേ, വിശുദ്ധ കുർബാനയ്ക്കായി ഞാൻ ഒരുങ്ങുന്നു. നിന്റെ തിരുശരീരവും നിന്റെ തിരുരക്തവും ഞങ്ങൾ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുമ്പോൾ അത് നീയുമായുള്ള വലിയൊരു കമ്മ്യൂണിയന്റെ അനുഭവമാണല്ലോ. എൻ്റെ മാംസം തിന്നുകയും
എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്നിൽ വസിക്കുന്നു, ഞാൻ അവനിൽ വസിക്കുന്നു. ദൈവമേ, ആ ഒരു വലിയ കമ്മ്യൂണിയന്റെ അനുഭവമാണല്ലോ. എൻ്റെ എല്ലാ ജീവിത അനുഭവങ്ങളെയും നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. എന്നിൽ നീ വസിക്കണം, ഞാൻ എന്നിലും നിന്നിലും വസിക്കണം. ദൈവമേ, എൻ്റെ കുറവുകൾ, എൻ്റെ ദോഷങ്ങൾ, എൻ്റെ പോരായ്മകൾ, എൻ്റെ ബലഹീനതകൾ എല്ലാം നീ അറിയുന്നു. നിന്റെ കണ്ണിൽ നിന്ന്, നിന്റെ നോട്ടത്തിൽ നിന്ന് ഞാൻ മറഞ്ഞിരിക്കുന്നില്ലല്ലോ. ദൈവമേ, എന്നെ കാണുന്നവനെ എവിടെയും ഞാൻ കാണുന്നു. ആ വലിയ ബോധത്തോടുകൂടെ ഈ വിശുദ്ധ കുർബാനയിലേക്ക് പ്രവേശിപ്പാൻ കർത്താവേ എന്നെ സഹായിക്കണം, എന്നെ ബലപ്പെടുത്തണം. വിശുദ്ധ കുർബാന കൈക്കൊള്ളുവാൻ ഒരുങ്ങി വന്ന എല്ലാവരും അതാത് സ്ഥാനങ്ങളിൽ കുംഭസാരത്തിന്റെ പ്രാർത്ഥനയ്ക്കായിട്ട് എഴുന്നേറ്റ് നിൽക്കാം. സ്വന്തം ഞാനേശു